Bangladesh is experiencing a near total internet shutdown. Bangladesh next, where violence has escalated. 2-3 വർഷങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശ് വാർത്ത നമ്മൾ കൂടുതൽ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ആ സമയം കളിയാക്കി പറഞ്ഞു, ബംഗ്ലാദേശിന്റെ വികസനം നോക്കുക, ഇന്ത്യയുടെ വികസനമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. ഇന്ന് അതേ ബംഗ്ലാദേശിലാണ് എല്ലാ വിദ്യാർത്ഥികളും സമരം ചെയ്തത്. 50-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്റർനെറ്റ് ഇല്ല, റെയിൽ സർവീസ് ഇല്ല, ബസ് സർവീസ് ഇല്ല, കടകളില്ല. മൊത്തത്തിൽ ബംഗ്ലാദേശ് മുഴുവനും തടസ്സപ്പെട്ടു. അതിനുള്ള കാരണം എന്താണ്? അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഒരു രാജ്യത്തെ ദുർബലമാക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും ദുർബലമാക്കും. അതാണ് ബംഗ്ലാദേശിലും നടക്കുന്നത്. സത്യത്തിൽ ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കുന്നു, ഇതിന് പിന്നിലെ സത്യം എന്താണ്, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ബംഗ്ലാദേശ് 17 കോടി ജനങ്ങളിൽ 4.5 കോടി ആളുകളും 15-നും 29-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതായത് 1/3 ഭാഗം യുവാക്കളാണ്. ഈ യുവാക്കളുടെ വികസനമായിരിക്കും ഒരു നാടിന്റെ വികസനമായി മാറുക. ഇത് ബംഗ്ലാദേശിനും അങ്ങനെ തന്നെയാണ്. 1/3 യുവാക്കളാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ ഇവയെല്ലാം ആ സർക്കാർ സൃഷ്ടിക്കണം. ബംഗ്ലാദേശ് സർക്കാർ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, അവർ കുറച്ചൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടുതലും സൃഷ്ടിക്കാൻ മറന്നുപോയി. ബംഗ്ലാദേശിൽ മാത്രം നടക്കുന്ന ഒരു പ്രശ്നമായി ഇതിനെ കാണരുത്. ഇത് ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അൽ ജസീറ, BCC തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് അവർ സംസാരിച്ചു തുടങ്ങിയതും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ 4.5 കോടി യുവാക്കളുണ്ട്. അതിൽ 3.2 കോടി യുവാക്കൾക്ക് തൊഴിലവസരമില്ല. 3 കോടി യുവാക്കൾ തൊഴിലില്ലാത്തവരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാത്തവരോ ആകുമ്പോൾ ഇവിടെ പ്രശ്നം ആരംഭിക്കുന്നത് യുവാക്കൾക്കിടയിലാണ്. അതിനാൽ ഇവർക്ക് തൊഴിൽ അവസരങ്ങളിലോ വിദ്യാഭ്യാസ അവസരങ്ങളിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഒരു രാജ്യത്തെ സ്തംഭനാവസ്ഥയിലാക്കുന്നു. അങ്ങനെയാണ് ബംഗ്ലാദേശും നിശ്ചലമായത്. ബംഗ്ലാദേശ് 1971-ലെ മഹത്തായ പോരാട്ടത്തിന് ശേഷം ഇന്ത്യയുടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് സ്വതന്ത്ര നാടായി അറിയപ്പെട്ടു. അപ്പോൾ ഈ ബംഗ്ലാദേശിന്റെ പ്രശ്നം ആരംഭിക്കുന്നതും അതേ 1971 മുതലാണ്. അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതും അതേ വർഷം തന്നെയല്ല എന്ന് ചോദിച്ചാൽ അതെ. ആ സമയത്ത് പലരും ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നൊരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും ഒരു രാജ്യത്തിന്റെ സ്വതന്ത്ര സമര സേനാനികൾ അവർ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ തന്നെ നൽകുമായിരുന്നു. അപ്പോൾ അവരുടെ കുട്ടികൾ പഠിക്കാൻ വരും, അവരുടെ കൊച്ചുമക്കളും പഠിക്കാൻ വരും. അവർക്ക് ഈ രാജ്യം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന ചോദ്യം ഉയർന്നു വന്നു. ആ ചോദ്യം അനുസരിച്ച് സിവിൽ സർവീസിലെ തൊഴിലവസരങ്ങൾ കൂടുതൽ നൽകുന്നത് അവിടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ നിർബന്ധിതരായ ആളുകൾക്കായിരിക്കും, അവരുടെ മക്കൾക്കായിരിക്കും, അവരുടെ കുടുംബത്തിന് മുൻഗണന നൽകുമെന്ന ഒരു നിയമം വരുന്നു. 17 കോടി ജനങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോ ഈ നിയമം ആരെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നോക്കിയാൽ അതറിയണമെങ്കിൽ എത്ര പേർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ നിർബന്ധിതരായി എന്നുള്ള കണക്ക് നമ്മൾ അറിയണം. അതറിഞ്ഞാൽ ഈ ക്വാട്ട സമ്പ്രദായം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്വാട്ട സമ്പ്രദായത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ തല്ലിക്കൊല്ലുന്നു, 50-ലധികം ആളുകൾ മരിക്കുന്നു. അപ്പോ ഇത് നമ്മൾ എത്രത്തോളം ചിന്തിക്കേണ്ട ഒരു സത്യമാണ്. ഇവിടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥികളും സർക്കാരിന് എതിരെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോഴിതാ 2 വിഭാഗം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയാണ്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഛത്ര ലീഗ് ആകട്ടെ അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സുഗോ ലീഗ് ആകട്ടെ, അവർ പറയുന്നത് ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്, ഈ ക്വാട്ട സമ്പ്രദായം എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർക്കായി ഒരു വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള യൂണിയനുകളുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെയും. അവർക്ക് എതിരായിട്ടുള്ള ജനങ്ങളെയാണ് സർക്കാർ തല്ലുന്നതും പീഡിപ്പിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പൂട്ടിയിടുകയും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഫോഴ്സ് RAB, BJP, SWAT അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ പോലീസ് ആകട്ടെ, അവരെല്ലാവരും സർക്കാരിന് എതിരായ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ 17 കോടി ജനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി സമരം ചെയ്ത സേനാനികളെ എടുത്താൽ 0.2 മില്യൺ ആണ്. 1 മില്യൺ പോലും ഇല്ല. 160 അല്ലെങ്കിൽ 170 മില്യണിൽ 0.2 മില്യൺ മാത്രമാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഇനി അവർക്ക് അടുത്തു വരുന്നത് വികലാംഗർ 2.16 മില്യൺ, ആദിവാസി സമൂഹം 1.58 മില്യൺ, സ്ത്രീകൾ
10% സ്ത്രീകൾക്ക് അവിടെ സംവരണം നൽകുന്നുണ്ട്. അടുത്ത 10% സ്ത്രീകൾക്ക് പ്രത്യേകം ജില്ലകളിലും സ്ഥാനം നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 170 മില്യണിൽ 0.2 മില്യൺ മാത്രമാണ് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ളത്. അവർക്കുള്ള ക്വാട്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 30% ആണ്. അപ്പോ 100 ജോലി ഉണ്ടെങ്കിൽ അതിൽ 30 ജോലിയും അവർക്കാണ് ലഭിക്കുക. സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെ കുടുംബ അംഗങ്ങൾ അവർക്ക് മാത്രമേ നൽകൂ. മൊത്തത്തിൽ ജനസംഖ്യ പരിശോധിച്ചാൽ ഈ ജനസംഖ്യയിലെ 2.63% ജനങ്ങളിൽ 56% സർക്കാർ ജോലിയും സ്വതന്ത്ര സമര സേനാനികൾക്കാണ് ലഭിക്കുക. ബാക്കിയുള്ള 97.37% ജനങ്ങൾ ബാക്കിയുള്ള 44% ക്വാട്ട ഭാഗിച്ചെടുക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. 97% ആളുകൾ 44 ജോലി വിഭജിച്ചെടുക്കണം. വെറും 2% ആളുകൾക്ക് 56 ജോലികൾ ലഭിക്കും. അതിനാൽ ഈ ക്വാട്ട സമ്പ്രദായം ഇതുവരെ ശരിയാണ്, എന്നാൽ ഇതിനുശേഷം വേണ്ട എന്ന് വിദ്യാർത്ഥികൾ പല രീതിയിൽ സമരം ചെയ്യാൻ തുടങ്ങി. കാരണം ഈ ജനസംഖ്യയിലെ 2.63% വരുന്ന ആളുകളിൽ 56% ആളുകളും ഉയർന്ന സ്ഥാനത്തുള്ളവരാണ്. അവർ പ്രധാനപ്പെട്ട സർക്കാർ ജോലികളിലുണ്ട്. അപ്പോ സത്യത്തിൽ ഞാൻ ഈ ജോലിയിൽ അർഹനാണോ, ഞാൻ ഈ ജോലിക്ക് അർഹനല്ലേ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഈ ക്വാട്ട സമ്പ്രദായമാണ്. അതിനാൽ ഈ ക്വാട്ട സമ്പ്രദായത്തിനെതിരെ 2024 മാത്രമാണ് പ്രശ്നം നടന്നത് എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം നമ്മുടെ മാധ്യമങ്ങൾ അത് മാത്രമാണ് കാണിച്ചത്. തീർച്ചയായും അല്ല. 2018 ക്വാട്ട പരിഷ്കരണ പ്രസ്ഥാനം നടക്കുന്നു. നിങ്ങൾ ഈ ക്വാട്ട സമ്പ്രദായം പരിഷ്കരിക്കണം. വിദ്യാർത്ഥികളെ തുല്യമായി പരിഗണിക്കണം. ഇനി അവർ വികലാംഗരോ സ്ത്രീകളോ പ്രത്യേക ജില്ലകളിലോ ആണെങ്കിൽ അവർക്ക് സംവരണം നൽകാൻ പ്രശ്നമില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മാത്രം 56% ജോലികൾ നൽകുന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ തുടങ്ങി. അതിനാൽ 2018 വിദ്യാർത്ഥികളുടെ സമരത്തെ ഭയന്ന് അവർ ഈ ക്വാട്ട സമ്പ്രദായം നിർത്തലാക്കുന്നു. അങ്ങനെ നിർത്തലാക്കിയ ഈ ക്വാട്ട സമ്പ്രദായം വീണ്ടും കൊണ്ടുവരികയാണ് നിലവിലെ ബംഗ്ലാദേശ് സർക്കാർ. ഈ നിയമമാണോ വീണ്ടും കൊണ്ടുവരുന്നത്? അതേ ക്വാട്ട സമ്പ്രദായമാണോ? എന്താണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്ന് നടത്തിയ സമരം വെറും 2-3 വർഷത്തെ ഗ്യാരണ്ടി മാത്രമാണോ ഉള്ളത്? ഇങ്ങനെ വിദ്യാർത്ഥികൾ തിളച്ചു മറിയുകയാണ്. ജൂലൈ 1-ാം തീയതി ധാക്ക സർവകലാശാലയിൽ മുഴുവൻ ക്യാമ്പസും പുരുഷന്മാരും സ്ത്രീകളും ഈ ക്വാട്ട സമ്പ്രദായത്തിനെതിരെ പ്രതിഷേധിക്കുന്നു. സമരം കലാപമായി മാറി. കലാപം കൊലപാതക ഭൂമിയായി മാറി. ഒരു യുദ്ധക്കളമായി സർവകലാശാല ക്രമേണ മാറാൻ തുടങ്ങി. ഇത് തടയാൻ ശ്രമിക്കുന്ന സർക്കാരിന് ഇത് തടയാനുള്ള ഉദ്ദേശമുണ്ട്. പക്ഷേ ഭാവിയിൽ ഇത് സംഭവിക്കുന്നത് തടയാനുള്ള ഉദ്ദേശം അവർക്കില്ല. താൽക്കാലികമായി ഇതൊന്ന് തടയാനാണ് ബംഗ്ലാദേശ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഞങ്ങളോട് വീണ്ടും കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് ഈ ക്വാട്ട സമ്പ്രദായം ഇല്ലാതാക്കാൻ വിദ്യാർത്ഥി സമൂഹം ഒന്നിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് അവരെ സർവകലാശാലയിൽ നിന്നും പിരിച്ചുവിടേണ്ട ഉത്തരവ് ബംഗ്ലാദേശ് സർക്കാർ കൊടുക്കുന്നു. വീണ്ടും വിദ്യാർത്ഥികളുടെ രോഷം വർദ്ധിക്കുന്നു. ധാക്ക സർവകലാശാലയിൽ മാത്രമല്ല, പല സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ഈ ക്വാട്ട സമ്പ്രദായത്തിനെതിരെ പോരാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ബംഗ്ലാദേശ് സർക്കാർ മറ്റൊരു കളി കളിച്ചു. അവർ വിദ്യാർത്ഥികളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചു. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥികളും സർക്കാരിന് എതിരെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും. ഇങ്ങനെ വിദ്യാർത്ഥികളെ 2ആയി പിരിച്ച് അവർക്കിടയിൽ രോഷമുണ്ടാക്കുകയും അത് വീണ്ടും കലാപമായി മാറി. വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. അവർ പരസ്പരം പോരടിക്കുന്നു. ഇപ്പൊ സർക്കാർ പറഞ്ഞത് വിദ്യാർത്ഥികൾ മാത്രമാണ് സമരം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്കും സർക്കാരിനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. 2 കൂട്ടം വിദ്യാർത്ഥികൾ മാത്രമാണ് ഏറ്റുമുട്ടുന്നത് എന്ന് ബംഗ്ലാദേശ് സർക്കാർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ബംഗ്ലാദേശ് സർക്കാർ ഈ ഒരു പ്രശ്നത്തെ മൂടി മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ക്വാട്ട സമ്പ്രദായം, അതിന് പിന്നിലെ സത്യം, 1971 സ്വാതന്ത്ര്യം കിട്ടിയിട്ടും 2024 അതേ ക്വാട്ട സമ്പ്രദായം വേണം എന്നാവശ്യപ്പെടുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ബംഗ്ലാദേശ് സർക്കാരിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ഉത്തരം പറയാൻ അറിയുന്നവർ ആ ഉത്തരം പറഞ്ഞാൽ പിന്നെ അവർ സർക്കാർ ജോലിയിൽ ഉണ്ടാകില്ല. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവരെല്ലാം ഈ ക്വാട്ട സമ്പ്രദായം ഉപയോഗിച്ച് വന്നവരാണ്. സർക്കാർ പദവിയിലുള്ള 56% ആളുകളും ഈ ക്വാട്ട സമ്പ്രദായം ഉപയോഗിച്ച് വന്നവരാണ്. അങ്ങനെയെങ്കിൽ ആർക്കെങ്കിലും അവർക്കെതിരെ സംസാരിക്കാൻ കഴിയുമോ? തങ്ങളുടെ ശക്തി എന്താണെന്ന് കാണിക്കാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത്. ബംഗ്ലാദേശ് കത്തിയെറിഞ്ഞാലും വിദ്യാർത്ഥികളുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ക്വാട്ട സമ്പ്രദായത്തെക്കുറിച്ചും ബംഗ്ലാദേശ് സർക്കാർ എടുക്കുന്ന ഈ ഒരു നിലപാടിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.